അസംബന്ധം, എന്തൊരസംബന്ധം, ഒരു തെളിവില്ലെന്നേ, ചുമ്മാ പറയണതാണെന്നേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗോവിന്ദൻ മാഷ് ലിഫ്റ്റിൽ കയറിയങ്ങ് പോയി. അപ്പോൾ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വീണ്ടും പത്രക്കാർ പിടിച്ചു. അപ്പോഴും പറഞ്ഞു വെറും അസംബന്ധം, ഇതൊന്നും ഒരു തെളിവില്ല എന്ന് പറഞ്ഞിട്ട് പോയി. മൗനമായിരുന്നു. സാധാരണയാണെങ്കിൽ ഇതുപോലത്തെ കേസ് വന്നാൽ ഗോവിന്ദൻ മാഷ് നിന്ന് കംപ്ലീറ്റ് പറഞ്ഞ് മറുപടി പറഞ്ഞിട്ടാണ് പോകുന്നത്. എന്തായാലും ശ്യാം ഗോവിന്ദനും നമ്മുടെ ഷെർഷാദും കൃഷ്ണരാജും എല്ലാം കൂടി കോളമാക്കിയിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ചങ്ങാത്ത മുതലാളിത്തം അല്ലെങ്കിൽ ക്രോണിക് ക്യാപിറ്റലിസം എന്നൊരു വാക്കുണ്ട്. ക്രോണിക് ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ മുതലാളിത്തത്തിൻ്റെ പുതിയ രൂപമാണ്. അത് ചങ്ങാത്ത മുതലാളിത്തം എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മുല്ലപ്പെരിയാർ കേസിലൊക്കെ പറഞ്ഞാൽ കറക്റ്റായിരിക്കും. രാഷ്ട്രീയ നേതൃത്വം, പ്രത്യേകിച്ചും ഉയർന്ന ഉദ്യോഗസ്ഥരാണ്. താഴേക്കടയിലുള്ള പിയൂണോ അല്ലെങ്കിൽ സാധാരണ സെക്യൂരിറ്റിയുടെ കാര്യമൊന്നും അസിസ്റ്റൻറ്റിൻ്റെ കാര്യമൊന്നുമല്ല ഈ പറയുന്നത്. മിനിമം IAS എങ്കിലും വേണം, അല്ലെങ്കിൽ ചീഫ് എഞ്ചിനീയർ റാങ്കിലൊക്കെ ഉണ്ടായിരിക്കണം. അങ്ങനെ വളരെ ഉയർന്ന ഉദ്യോഗസ്ഥരും വളരെ കൃത്യമായ രാഷ്ട്രീയ നേതൃത്വവും മുതലാളിത്തത്തെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നയങ്ങളും കാര്യങ്ങളൊക്കെ രൂപപ്പെടുത്തി അതിനാവശ്യമുള്ള സപ്പോർട്ടൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ ആവശ്യത്തിന് പണമൊക്കെ കിട്ടും. അങ്ങനെ ഒരു ചങ്ങാത്ത മുതലാളിത്തം എന്ന് പറയുന്ന കാലത്തിലാണ് നമ്മൾ താമസിക്കുന്നത്. ഇതിനെക്കുറിച്ച് വളരെ ആധികാരികമായി ഗോവിന്ദൻ മാഷ് ക്ലാസ് എടുത്തിരുന്നു. അപ്പോൾ അത് എൻ്റെ സുഹൃത്തുക്കൾ വിളിച്ചതുകൊണ്ട് പാർട്ടി പരിപാടിയല്ല, പൊതുവായ ഒരു ക്ലാസ് ആയതുകൊണ്ട്, ഒരു സർവീസ് സംഘടനയുടെ വാർഷികത്തോട് സുവർണ്ണ ജൂബിലിയോട് അനുബന്ധിച്ചുള്ള ഒരു ക്ലാസ് ആയതുകൊണ്ട് ഞാനും ക്ലാസ് കേൾക്കാമെന്ന് പറഞ്ഞ് പോയിരുന്നു. മനോഹരമാണ് ഗോവിന്ദൻ മാഷിൻ്റെ അവതരണമൊക്കെ, നന്നായിട്ടുണ്ടായിരുന്നു. ഈ ചങ്ങാത്ത മുതലാളിത്തത്തെക്കുറിച്ചും ബിനാമി ബിസിനസ്സിനെക്കുറിച്ചും ലണ്ടനിലും അമേരിക്കയിലും വിദേശ രാജ്യങ്ങളിലുമൊക്കെയുള്ള ബിനാമി ബിസിനസ്സുകളെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായി അദ്ദേഹം അവതരിപ്പിച്ചു. അപ്പോൾ എന്തൊക്കെ പറഞ്ഞോ അത് അദ്ദേഹം അനുഭവത്തിൽ നിന്ന് പറഞ്ഞതുപോലെ തോന്നണം, ഇപ്പോൾ പ്രായോഗികതയിൽ നിന്ന് പറഞ്ഞതുപോലെ തോന്നുന്നു. എന്തായാലും ഗോവിന്ദൻ മാഷ് പെട്ടു. പോളിറ്റ് ബ്യൂറോ ദവാളയുടെ കത്ത് കൊടുത്തു. ഷെർഷാദ് കൃഷ്ണരാജിനെതിരെ. അത് അവസാനം കോടതിയിൽ വന്നു. കോടതിയിൽ പോളിറ്റ് ബ്യൂറോയിൽ കൊടുത്ത കത്ത് കോടതിയിലേക്ക് രഹസ്യമായി എത്തിയിരിക്കുന്നു. അത് എത്തിയത് ശ്യാം ഗോവിന്ദൻ എന്ന് പറയുന്ന ഗോവിന്ദൻ മാഷിൻ്റെ മകനാണ് പുറത്തുവിട്ടതെന്ന് പറയുന്നു. എന്ത് തന്നെ ആയിരുന്നാലും ജഗപുകയായി CPM-നെ വല്ലാതെ പ്രതിരോധത്തിലാക്കിയിട്ടുള്ള ഒരു വിഷയമായി നിൽക്കുന്നു. നേരത്തെ ജോൾസിൻ്റെ ഒരു വിഷയം വന്നപോലെ ഇതുപോലെ പ്രതിരോധത്തിലായി പാർട്ടി സെക്രട്ടറി. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ഒരു കാലഘട്ടത്തിൽ CPM പാർട്ടി സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഉയർന്ന പദവിയും അത്രയും പക്വതയും കാര്യങ്ങളും. CPM സംസ്ഥാന സെക്രട്ടറി പത്രസമ്മേളനം നടത്തുന്നു, അല്ലെങ്കിൽ പത്രത്തിന് ബൈറ്റ് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു സംഭവമാണ്. അതിന്ന് മാറി ഇപ്പോൾ എന്തും പറയാം, ആർക്കും കൊട്ടാവുന്ന ചെണ്ടയായി CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറിയെ സമൂഹം മാറ്റിയെടുത്തു. ക്രോണിക് ക്യാപിറ്റലിസത്തിൻ്റെ പുതിയ രൂപങ്ങളും ഭാവങ്ങളും പാഠങ്ങളുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മക്കൾ രാഷ്ട്രീയവും മക്കളുടെ ബിനാമി കച്ചവടവും എല്ലാം ഇവിടെ നടക്കുകയാണ്. നമ്മൾ വിചാരിച്ചിരുന്ന നേരത്തെയൊക്കെ ആണെങ്കിൽ ഈ കുടുംബത്തിലുള്ള ആളുകൾ രാഷ്ട്രീയത്തിലൊന്നും ഇടപെടാറില്ലായിരുന്നു. മക്കൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങും, അല്ലെങ്കിൽ ഭാര്യ മക്കളൊക്കെ ഇറങ്ങും, അത് വേറൊരു വിഷയം. പക്ഷെ അല്ലാതെ അവർ ഈ ബിനാമി ബിസിനസ്സുകൾ നടത്തുക, അച്ഛനെയും അമ്മയെയൊക്കെ അതിനകത്ത് ബന്ധിപ്പിക്കുക, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ കോടിയേരി ബാലകൃഷ്ണൻ നേരിട്ടിരുന്നു. മാനസികമായി ഒരുപാട് സംഘർഷത്തിലൂടെയാണ് കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ജീവിതാവസാനം കടന്നുപോയത്. അതുപോലെ ഇപ്പോൾ ഗോവിന്ദൻ മാഷിനും വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെയാണ് മകനിലൂടെയും ബന്ധങ്ങളിലൂടെയും വന്നിരിക്കുന്നത്. ഇതിൽ ലണ്ടനിൽ ശ്രീരാമകൃഷ്ണൻ, നോർക്കയുടെ ചെയർമാനായിട്ടുള്ള ശ്രീരാമകൃഷ്ണനെ കുറിച്ച് പരാതിയേ ഉള്ളൂ. പേര് ശ്രീരാമകൃഷ്ണനാണെങ്കിലും പരാതികളുടെ പ്രളയമാണ്. എന്തെല്ലാം കേസുകളാണ്. ഡോക്ടർ തോമസ് ഐസക്, അദ്ദേഹം വിജ്ഞാന കേരളം എന്നൊക്കെ പറഞ്ഞ് മാന്യനായി നടന്നതാണ്. പക്ഷെ അതെല്ലാം മൂടുപടമുണ്ട് എന്നാണ് ഷെർഷാദും കൃഷ്ണരാജുവും ഒക്കെ അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ MP രാജേഷിനെ കുറിച്ച്. അപ്പോൾ ചെറുപ്പക്കാരും കണക്കാണ്, സീനിയേഴ്സും കണക്കാണ്. സുധാകരനെ പോലെയുള്ള അപൂർവം കുറച്ച് വ്യക്തിത്വങ്ങൾ ഒഴിച്ചാൽ മിക്കവാറും എല്ലാവരും ശർക്കര കുടത്തിൽ കൈയിട്ടവരും ആ കൈ നന്നായി ഉറിഞ്ചുന്നവരും നക്കുന്നവരുമായി മാറിയിരിക്കുന്നു. ചങ്ങാത്ത മുതലാളിത്തത്തിൻ്റെ പുതിയ രൂപങ്ങൾ പ്രാക്ടിക്കലായി തന്നെ പ്രായോഗികമായി തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് ഗോവിന്ദൻ മാഷുമാർ നമുക്ക് പറഞ്ഞു തരുന്ന തിയറി. അത് തന്നെ മുന്നിൽ വരുന്നു എന്നുള്ളതാണ് കാലഘട്ടത്തിൻ്റെ ഒരുതരം ഗതികേട്.